നോക്കൂ, ഞാനിവിടെ വന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർട്ടിയുടെ ഒരു ഔദ്യോഗിക പൊസിഷനിലിരിക്കുന്ന ഒരാളാണ് ഞാൻ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി. അത് മാത്രമല്ല, ഞാനിപ്പോൾ പ്രധാനമായിട്ടും ഞാൻ ഒരുവിധം എല്ലാ ചാനലുകൾക്കെതിരെയുമുള്ള ഒരു ഡിഫമേഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് എൻ്റേതെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ്. ആ ഓഡിയോ ക്ലിപ്പിൽ എൻ്റെ ശബ്ദ സന്ദേശമാണ് എന്ന് പറഞ്ഞിട്ട് വരുന്ന വാർത്തകൾ, അഞ്ജനയുടെ ശബ്ദ സന്ദേശം ഇതാ എന്ന് പറഞ്ഞിട്ട് വരുന്ന ഈ വാർത്തകൾ വ്യാജമാണെന്നും അതിനകത്ത് എൻ്റെ ശബ്ദ സന്ദേശമില്ല, ഏതോ ഒരാൾ ഒറ്റയ്ക്ക് എന്തൊക്കെയോ സംസാരിക്കുന്നു. അതിൻ്റെ പേരിൽ എല്ലാ ചാനലുകളും അത് എൻ്റെ പേരും എൻ്റെ ഫോട്ടോയും വെച്ചിട്ട് എനിക്കെതിരെ നടക്കുന്ന ഈ സൈബർ അറ്റാക്കിനെതിരെ കമ്മീഷണർക്ക്, ബഹുമാനായിട്ടുള്ള തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുക്കാനായിട്ട് എത്തിയതാണ്. അതിനനുസരിച്ച് അദ്ദേഹം പരാതി ഫയലിൽ സ്വീകരിക്കുകയും സൈബർ PS-ലേക്ക് ആ പരാതി ഫോർവേഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി നടപടികൾ അദ്ദേഹം അന്വേഷിച്ച് സ്വീകരിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ ആരോപണം കുറച്ചധിക ദിവസമായിട്ട് ഇങ്ങനെ പ്രചരിക്കുന്നുണ്ടല്ലോ, അത് വാർത്തകളായൊക്കെ വരുന്നുണ്ട്, ചില തെളിവുകളൊക്കെ പുറത്തു വന്നു. പക്ഷേ ഈ പരാതി നൽകാനപ്പോൾ വൈകുന്ന സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ്? വ്യാജ വാർത്തകൾക്കെതിരെ നമ്മൾ കൊടുക്കുന്ന പരാതികളെല്ലാം ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കാൻ പാടില്ല. പരാതികൾ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും പരാതി കൊടുക്കാനായിട്ട് വന്നത്. ഇത്രയും പേര് ഇവിടെ കൂടിയത് ഞാൻ വിളിച്ചിട്ട് നിങ്ങളാരും വന്നതല്ലല്ലോ. നിങ്ങളെല്ലാവരും ഇതിൽ അറിഞ്ഞിട്ട് ഇവിടെ എത്തി. പരാതി കൊടുത്തിട്ടുണ്ട്. പരാതിയുടെ പുറത്ത് അന്വേഷണം നടത്താൻ ശരിയാണ്. നോക്കൂ, ഈ പരാതിയുമായിട്ട് ബന്ധപ്പെട്ട ഈ ഓഡിയോ ക്ലിപ്പുമായിട്ട് ബന്ധപ്പെട്ട പരാതിയുമായിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി. നോക്കൂ, ബാക്കി കൃത്യമായി ഇന്നലെ നിങ്ങൾ പത്രസമ്മേളനത്തിൽ ഇരിക്കുകയും കൃഷ്ണദാസേട്ടൻ വളരെ കൃത്യമായി ഇതിനെപ്പറ്റി സൂചിപ്പിച്ചതുമാണ്. അതിന് ഞാനിവിടെ നിൽക്കുന്നത് ഈ വാർത്തയുമായിട്ട് ഇവിടെ വന്ന കംപ്ലൈൻറ്റുമായിട്ട് സംസാരിക്കണം. അതിനെപ്പറ്റി എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലാതെ എനിക്ക് മറ്റു കാര്യങ്ങൾ പാർട്ടി അങ്ങനെ ഔദ്യോഗികമായി നിങ്ങൾക്ക് ആർക്കെങ്കിലും കൃത്യമായി കത്ത് രേഖാമൂലം നമ്മുടെ പാർട്ടിയുടെ പേജിൽ എന്നെ റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. ഈ നിമിഷം വരെയും പറഞ്ഞിട്ടില്ല. നടപടി വന്നിട്ടില്ല. ബാക്കി കാര്യങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഞാൻ അതിന് മറുപടി. ബാക്കി കാര്യങ്ങൾ പാർട്ടി നിങ്ങളോട് പറയും. ഹൗസിംഗ് ലോണൊക്കെ പെട്ടെന്ന് അടച്ചു തീർത്തു എന്ന് പറഞ്ഞൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള സാമ്പത്തിക ആരോപണങ്ങൾക്കുള്ള മറുപടി എന്താണ്?